തന്നെ നാവിൽ വെള്ളമൂറുന്ന ഒരു വിഭവമാണ് ബിരിയാണി. കേരളത്തിന് തലശ്ശേരി ദം ബിരിയാണി പോലെ, സൗത്ത് ഇന്ത്യക്കാർക്ക് ഹൈദരാബാദി ബിരിയാണി പോലെ, തമിഴ്നാട്ടുകാരുടെ സ്വന്തം ബിരിയാണിയാണ് ദിണ്ടിക്കൽ തലപ്പക്കട്ടി ബിരിയാണി. രുചി കൊണ്ടും പേരിൻ്റെ വ്യത്യസ്തത കൊണ്ടും ലോകമെങ്ങും ഹിറ്റായ തലപ്പാക്കട്ടി ഭക്ഷണപ്രിയരും ഏറ്റെടുത്തതോടെ ബിരിയാണിയുടെ ജന്മനാടായ ദിണ്ടിക്കലും അങ്ങനെ ഫേമസ് ആയി. പിന്നീട് ഈ സ്പെഷ്യൽ ബിരിയാണി ദിണ്ടിക്കൽ തലപ്പാക്കട്ടി ബിരിയാണിയായി ലോകമെമ്പാടും അറിയപ്പെട്ടു തുടങ്ങി. എങ്ങനെയാണ് തെക്കേ തമിഴ്നാട്ടുകാരുടെ സ്വന്തം തലപ്പാക്കട്ടി ബിരിയാണി ഇത്രയും ഫേമസ് ആയത്? അതിന് പിന്നിൽ എന്തെങ്കിലും രുചിക്കൂട്ടുകളുണ്ടോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ? അറിയാം ബിഹൈൻഡ് ദ സീനിലൂടെ. 60 വർഷത്തെ രുചിപ്പെരുമയുമായി ഭക്ഷണപ്രിയരുടെ ഇഷ്ട ബ്രാൻഡായി മാറിയ ഒന്നാണ് ദിണ്ടിക്കൽ തലപ്പാക്കട്ടി ബിരിയാണി. ഈ ബിരിയാണിക്കടയും പേരുമെല്ലാം ഇവിടെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും വൻ ഫേമസ് ആണ്. അങ്ങനെ ഫേമസ് ആകണമെങ്കിൽ ഇതിനൊരു പിന്നാമ്പുറ കഥയും ഉണ്ടാകും. അതറിയണമെങ്കിൽ ഒരൽപ്പം പിന്നോട്ട് സഞ്ചരിക്കണം. ആദ്യം ദിണ്ടിക്കൽ എന്ന സ്ഥലത്തെക്കുറിച്ച് അറിയാം. മധുരയിൽ നിന്ന് ഏതാണ്ട് 10-60 കിലോമീറ്റർ ദൂരെയാണ് ദിണ്ടിക്കൽ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. തലയിണ പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു പാറയും അതിൽ പഴയ കോട്ടയും അതാണ് പട്ടണത്തിലെ ഒരു പ്രധാന അടയാളം. തിണ്ടുകല്ല് എന്നായിരുന്നു ഈ പട്ടണത്തിൻ്റെ ആദ്യകാല പേര്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സായിപ്പിൻ്റെ നാവിനിത് വഴങ്ങാത്തതുകൊണ്ട് ദിണ്ടിക്കൽ എന്നാക്കി മാറ്റി. 1957 നാഗസ്വാമി നായിഡു എന്ന ദിണ്ടിക്കലിലെ ഒരു പാചകക്കാരനാണ് തലപ്പാക്കട്ടി ബിരിയാണിയുടെ രുചിപ്പെരുമയ്ക്ക് പിന്നിൽ. സ്ഥലപ്പേര് മാറ്റിയ അതേ സായിപ്പിൻ്റെ നാവിനെ വരെ കീഴടക്കുന്ന ഒരു പ്രത്യേകതരം രുചിക്കൂട്ടുകളുടെ അകമ്പടി ചേർന്നാണ് ദിണ്ടിക്കൽ ബിരിയാണി പിറന്നു വീഴുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തലപ്പാക്കട്ടി എന്ന പേര് വരാൻ കാരണം അത് ആ പാചകക്കാരൻ ബിരിയാണി വെച്ച് തുടങ്ങുമ്പോൾ മുതൽ അദ്ദേഹത്തിന് തലപ്പാവുണ്ട്. അതുകൊണ്ട് മാത്രമാണ് തലപ്പാക്കട്ടി എന്ന പേര് വന്നത്. ആദ്യം ഒരു ചെറിയ കടയായിരുന്നു തലപ്പാക്കട്ടി ബിരിയാണി കട. അന്നും ആളുകൾ പറഞ്ഞറിഞ്ഞ് നിരവധി ആളുകൾ ഇവിടെ കഴിക്കാനായി എത്തിയിരുന്നു. പിന്നീട് ഈ ബിരിയാണിക്ക് ഫാൻസ് കൂടിയതോടെ മറ്റൊരു ബിരിയാണി കട കൂടെ ആരംഭിച്ചു. അങ്ങനെ തേനി മുതൽ കാഞ്ചീപുരം വരെ തന്നെ 20-ന് മുകളിൽ റെസ്റ്റോറൻറ്റുകൾ ഉയർന്നു. പിന്നീട് നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഈ രുചിക്കൂട്ടുകൾ പടർന്നു. അങ്ങനെ ഇന്ന് കാണുന്ന ഒരു വലിയ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ദിണ്ടിക്കൽ തലപ്പാക്കട്ടി ബിരിയാണി ബ്രാൻഡ്. എന്നാലും ഇതിൻ്റെ ഈറ്റില്ലം ദിണ്ടിക്കലിലെ ആ ബിരിയാണി കട തന്നെയാണ്. ഇനി എന്താണ് ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്നറിയാം. യഥാർത്ഥത്തിൽ അരിയിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. നാഗസ്വാമി നായിഡു ആദ്യം മുതലേ തൻ്റെ ബിരിയാണി വേറിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അന്നത്തെ കാലത്ത് സായിപ്പന്മാർക്കിടയിൽ ബിരിയാണികൾ അങ്ങനെ ഫേമസ് ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബിരിയാണി ഉണ്ടാക്കാനായി പറക്കും സിട്ടു എന്നറിയപ്പെടുന്ന ശ്രീരാഗ ചമ്പ അരിയാണത്രേ ഉപയോഗിച്ചിരുന്നത്. വായിൽ അലിഞ്ഞു ചേരുമെന്ന മട്ടിലാണ് ചമ്പ അരി. അതുകൊണ്ട് അരികൾ തമ്മിൽ ഒട്ടിച്ചേരില്ല എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒപ്പം ഒരു വെറൈറ്റി രുചിക്കൂട്ടും കൈപുണ്യവും കൂടെ ചേർന്നപ്പോൾ ദിണ്ടിക്കൽ തലപ്പാക്കട്ടി ബിരിയാണിയായി. ബിരിയാണികളിൽ നിന്ന് വ്യത്യസ്തമായ രുചി മാത്രമല്ല തലപ്പാക്കട്ടി ബിരിയാണിയുടെ പ്രത്യേകത. ആരോഗ്യത്തിനും ദോഷമില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. നോർമൽ ഒരു ബിരിയാണി കഴിച്ചാൽ ഒരു ഉറക്കമല്ലെങ്കിൽ ഒരു കട്ടൻ അത് നിർബന്ധമാണ്. എന്നാൽ ഈ ബിരിയാണിക്ക് അതില്ല. അതുകൊണ്ട് തന്നെയാണ് 60 വർഷങ്ങൾക്ക് മുന്നേ പേരുകേട്ട ഈ തലപ്പാക്കട്ടി ബിരിയാണി അതേ പേരും പ്രശസ്തിയും കൈവിടാതെ ആ പെരുമ കാത്തുപോരുന്നത്.